പ്രേമത്തിൽ ബറക്കത്തില്ല. ഇന്ന് നാളെ പറയേണ്ട ഉസ്താദ് പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്ത് പോയെന്ന്. പ്രേമത്തിൽ ബറക്കത്തില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? ഒരു ചെറുപ്പക്കാരൻ ഉമ്മയുടെ സമ്മതമില്ലാതെ മദീന കാണാൻ പോയി, അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താ? പിന്നല്ലേ കുടുംബജീവിതം. ഒരു ചെറുപ്പക്കാരൻ ഉമ്മയുടെ സമ്മതമില്ലാതെ മദീന കാണാൻ പോയി, അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താ? അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒളിച്ചോടാൻ നിയ്യത്ത് വെക്കണവര് അല്ലെ, നവൈതു സൗമാദിൻ എന്ന് പറഞ്ഞ നിയ്യത്ത് വെക്കണവര് കേട്ടോ, പഠിച്ചോ. ഉസ്താദെ നാളെ ഞാൻ ഒളിച്ചോട് ഉസ്താദെ, ആമിനാനെ കൊണ്ട് പോ ഉസ്താദെ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചോ. ഒളിച്ചോടിയാൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? കുടുംബ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്താ? പഠിച്ചോ. മദീന കാണാൻ ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ്. അല്ലാഹ് പഠിക്കാനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാഹ്, തരണേ അല്ലാഹ്. പ്രിയമുള്ളവരോട് പറയുകയാ, പ്രേമിച്ച് ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുന്നവരോട് പറയുകയാ, കുടുംബജീവിതമുണ്ടല്ലോ ആരംഭിക്കാൻ ഇരിക്കുന്നവരോട് പറയുകയാ, വേണ്ട പെങ്ങളെ പ്രേമിക്കാൻ നിൽക്കണ്ടാ. ഞാറ്റുവയലിന്റെ പരിസരത്തിലൂടെ പടച്ചവനെ കാമുകന്റെ ബൈക്കിന്റെ പിന്നാലെ പടച്ചവനെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് മുഖത്തെല്ലാം എന്റെ പ്രിയമുള്ളവര് ഷാളിങ്ങനെ മറച്ചുകൊണ്ട് ഓടണ്ട പെണ്ണേ, നാളെയതാ പരലോകത്ത് ഓടേണ്ടതാ. അതുകൊണ്ടാണ് ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥയുണ്ടല്ലോ പഠിക്കണമെന്നെന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഏതെന്നറിയോ? ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ യതീമായ മോനാ, ഉമ്മ മാത്രമാ, എണ്ണീക്കാൻ കഴിയാത്ത ഉമ്മയാ, നടക്കാൻ കഴിയാത്ത ഉമ്മയാ, ഇടയാൻ കഴിയാത്ത ഉമ്മയാ. ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് ഫളിൽ എന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോനാ. ഫളിലതാ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. ചന്തയിലേക്ക് കടന്നു ചെല്ലുമ്പോ കൂട്ടുകാരന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഇന്ന് അവധി ദിവസമാണല്ലോ, ഇന്ന് പണിക്കുപോണ്ടല്ലോ, ഇന്ന് ജോലിക്ക് പോകണ്ടല്ലോ. ഇതാ ഹദ്റത്ത് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് സിയാറത്തിനുണ്ടല്ലോ, പോകാമല്ലോ. ഫളിലതാ പറയുകയാ, ഉമ്മയുടെ സമ്മതമില്ലാതെ ഈ ഫളിലുണ്ടല്ലോ കടന്നു വരൂല. ഫളിലതാ കടന്നു ചെല്ലുകയാ, ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ റസൂലുള്ളാഹിയുടെ മദീന കാണാൻ ഞാനൊന്ന് കടന്നു പോയിക്കോട്ടെ പ്രിയമുള്ള ഉമ്മ. ആ സമയത്ത് ഉമ്മ പറയുകയാ, പോകല്ലടാ, നീ മദീനത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന കാണാൻ പോയാൽ ഈ ഉമ്മയുണ്ടല്ലോ തനിച്ചാകുമടാ. പടച്ചവനെ ഫളിലതാ കടന്നു വരികയാ, കൂട്ടുകാരുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. കൂട്ടുകാരോട് പറയുകയാ, സമ്മതമില്ല, ഉമ്മയുടെ പൊരുത്തമില്ല, അനുവാദമില്ല. ആ സമയത്തിന്റെ പ്രിയമുള്ളവര് കൂട്ടുകാര് പറയുകയാ, എന്തിനാണോ ഉമ്മയുടെ പൊരുത്തം, എന്തിനാണോ ഉമ്മയുടെ സമ്മതം, എന്തിനാണോ ഉമ്മയുടെ അനുവാദം, എന്തിനാണോ? നീയുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ മദീനയിലേക്ക് ഉമ്മയുടെ പൊരുത്തമില്ലാതെ കടന്നു വന്നാൽ കുഴപ്പമില്ലടാ. പടച്ചവനെ ആ പൊന്നുമോനുണ്ടല്ലോ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ ഉമ്മയോട് പറയുകയാ, ഉമ്മ നിങ്ങളുടെ സമ്മതമില്ലാതെ ഈ ഫളിലുണ്ടല്ലോ റസൂലുള്ളാഹിയുടെ ചാരത്തേക്കുണ്ടല്ലോ പോകുകയാ. പടച്ചവനെ സഞ്ചി എടുക്കുകയാ, പടച്ചവനെ വസ്ത്രങ്ങൾ ശേഖരിക്കുകയാ, പടച്ചവനെ മരുഭൂമിയിലൂടെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഒരുപാട് ലക്ഷ്യങ്ങളോട് ഒരുപാട് അഭിലാഷങ്ങളോട് ഓടുകയാ. ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹിയുടെ മദീന കാണാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വെള്ളക്കൊട്ടാരം കാണാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുപ്പ കാണാൻ ഓടുകയാ.
പടച്ചവരെ ഉമ്മ പുറകിൽ നിന്ന് കരയുകയോ വിളിക്കുകയോ പോകല്ലടോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കണ്ണുനീര് പടച്ചവരെ താഴത്തേക്ക് വീഴുകയാ. മദീനത്തേക്ക് പോകുമ്പോ ഒരു അശരീരി കടന്നു വരികയാ. ഫളിലേ നീ എങ്ങാനുമുണ്ടല്ലോ ഉമ്മയുടെ സമ്മതമില്ലാതെ മദീനത്തേക്ക് കടന്നു പോയാൽ അല്ലാഹുവിന്റെ പൊരുത്തമില്ല, റസൂലുള്ളാഹിയുടെ പൊരുത്തമില്ല. ഒരു അശരീരി കടന്നു വരുമ്പോ ഫളിലിന്റെ പ്രിയപ്പെട്ടവരെ പേടിക്കുകയാ. ഫളിലതാ വിറങ്ങലിക്കുകയാ, ഫളിലതാ ഓടുകയാ, ഫളിലതാ വിറങ്ങലിക്കുകയാ. ഒരു മരുഭൂമിയിലൂടെ ഓടുമ്പോ ഒരു പള്ളിയതാ കാണുകയാ. പള്ളിയിലേക്ക് കയറുകയാ. ഏക ഇലാഹായ പടച്ചവന്റെ ദർബാറിലേക്ക് പാപങ്ങളുണ്ടല്ലോ ഏറ്റു പറഞ്ഞു കൊണ്ടിട്ട് എന്റെ പ്രിയമുള്ളവര് നമസ്കരിക്കുമ്പോ ഒരു കൂട്ടം ആളുകളതാ കടന്നു വരികയാ. ഫളില എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിയിടുകയാ. എന്നിട്ടതാ അടിക്കുകയാ, ഇടിക്കുകയാ, തൊഴിക്കുകയാ. ഫളിലതാ കരയുകയാ. എന്തിനാണ് അടിക്കുന്നത്, എന്തിനാണ് തൊഴിക്കുന്നത്, എന്തിനാണ് അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ചോദിക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടല്ലോ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് ഒരു കള്ളനുണ്ടല്ലോ ഈ പള്ളിയിലേക്ക് കയറുന്നത് കണ്ടതാടാ, അത് നീയാടാ. ആ സമയത്ത് ഫളിലിന്റെ പ്രിയമുള്ളവര് കരയുകയാ. റസൂലുള്ളാഹിയുടെ മദീന കാണാൻ കടന്നു വന്നവനാ, ഹബീബിന്റെ മദീന കാണാൻ കടന്നു വന്നവനാ. ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ലോ, പ്രവാചകനെ പ്രണയിക്കുന്ന ഒരു പാപിയാണ്. എന്നെയൊന്ന് വെറുതെ വിടുമോ, എന്നെയൊന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ നാദാ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഊരി പിടിച്ച കടാരി എടുക്കുകയാ. ഫളിലിന്റെ കൈകളുണ്ടല്ലോ, ഫളിലിന്റെ കാലുകളുണ്ടല്ലോ, ഫളിലിന്റെ കണ്ണുകളുണ്ടല്ലോ, ഫളിലിന്റെ ചെവികളുണ്ടല്ലോ അറുക്കുകയാ. എന്നിട്ടതാ മരുഭൂമിയിലേക്ക് വലിച്ചെറിയുകയാ. ഫളിലതാ കരയുകയാ, ഫളിലതാ നിലവിളിക്കുകയാ. മരുഭൂമിയിൽ കിടന്നുകൊണ്ട് ഫളിലിന്റെ പ്രിയപ്പെട്ടവര് വേദന കൊണ്ട് നിലവിളിക്കുകയാ. ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ, ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ, എന്റെ ഉമ്മയെ കാണിച്ചു തരുമോ? അല്ലാഹുവേ, ഒരു യാത്രാ സംഘം ഇങ്ങനെ കടന്നു വരികയാ. ഫളിലിനെ അതാ എടുക്കുകയാ. എന്നിട്ടതാ ഉമ്മയുടെ ചാരത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ ഇതാരാണെന്ന് മനസ്സിലായോ? ഉമ്മ ഇതാരാണെന്ന് മനസ്സിലായോ? ആ സമയത്ത് ഉമ്മയുണ്ടല്ലോ കണ്ണു തുറന്നു കൊണ്ട് നോക്കുകയാ. ഉമ്മ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ആരാണെന്ന് മനസ്സിലായില്ല. കൈയില്ലാത്ത, കാലില്ലാത്ത, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത, കാലില്ലാത്ത, കൈയില്ലാത്ത, അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഈ പൊന്നുമോനുണ്ടല്ലോ ഇതാരാണെന്ന് മനസ്സിലായില്ല. ഫളിലതാ കരയുകയാ, ഫളിലതാ നിലവിളിക്കുകയാ. ഫളിലിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയോ, ഉമ്മ ഇത് നിങ്ങളുടെ ഫളിലാണ്, ഉമ്മ ഫളിലാണ് ഉമ്മ. ഉമ്മ കരയുകയാ, ഉമ്മ നിലവിളിക്കുകയാ. ഉമ്മ ചോദിക്കുകയാ, എവിടെയാ മോനെ, നിന്റെ കൈകളെവിടെ, നിന്റെ കൈകളെവിടെ, നിന്റെ കണ്ണുകളെവിടെ, നിന്റെ കാലുകളെവിടെ, അവയവങ്ങളെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ഫളിലുണ്ടല്ലോ പറയുകയാ, ഉമ്മ നിങ്ങളുടെ പൊരുത്തമില്ലാതെ മദീന കാണാൻ പോയപ്പോ അല്ലാഹു തന്ന അദാബാണ് ഉമ്മ, അല്ലാഹു തന്ന ശിക്ഷയാണ് ഉമ്മ എന്നൊരു ചരിത്രം പഠിപ്പിക്കുമ്പോ എന്തിനാ പറഞ്ഞതെന്നറിയോ? മദീന കാണാൻ പോയപ്പോ എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ പോയപ്പോ അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുമ്പോ നാഥാ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ വാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ ജീവിതമുണ്ടല്ലോ ആരംഭിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് കരയേണ്ടി വരുന്നതാ, കരയേണ്ടി വരുന്നതാ. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ, ആരെന്നറിയോ? മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം
പൊരുത്തം വാങ്ങുന്നവരാ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.